CPM ഒടുവിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. ഈ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ വലിയൊരു തിരിച്ചടിക്ക് കാരണങ്ങൾ അക്കമിട്ട് നിരത്തി. അതിൽ ജനങ്ങളിലേക്ക് സർക്കാരിനെ മികവ് എത്തിക്കാൻ സാധിച്ചില്ല എന്നതുൾപ്പെടെയുള്ള വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ബന്ധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ CPM ഒരു കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഈ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ CPM പോലുള്ളൊരു ഇടതുപക്ഷ പാർട്ടിക്ക് സാധിക്കുകയുള്ളൂ. അവർ ചരിത്രവും അങ്ങനെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കുറ്റസമ്മതം നടത്തിയെങ്കിൽ പോലും ആ സമയത്ത് തിരുത്തേണ്ടതായ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പും ഈ വിവാദങ്ങൾ കത്തി നിന്നപ്പോഴും ഒരു ഘട്ടത്തിലും അതിനെയൊന്നും തള്ളിപ്പറയാനോ അതിനെതിരെ ഒരു ശബ്ദമൂർത്തി പ്രതിരോധിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഒടുവിൽ കുറ്റസമ്മതം നടത്തി. പക്ഷേക്കും അവിടെ വലിയൊരു തിരിച്ചടി ഉണ്ടായി. പാർട്ടിക്ക് പരാജയം ഏൽക്കേണ്ടി വന്നു, പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടായി. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ കുറ്റസമ്മതം നടത്തി അല്ലെങ്കിൽ ഇനിയാണ് മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാകുമെന്ന് പഠിച്ച് വിലയിരുത്തിയാണ് ഇനി പോകാനുള്ള തീരുമാനം. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ CPM എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കും? ഇപ്പൊ വലിയൊരു പോസിറ്റീവ് സൈനാണ് CPM കാണിച്ചിരിക്കുന്നത്. കുറ്റസമ്മതം നടത്തി, അതന്നെ നജീബിന് ഉപയോഗിച്ച വാക്കിനാണ് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട്, എങ്ങനെ തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കും എന്നതിനാണ് രണ്ടാമത് നടക്കുന്നത്. കാരണം ഇപ്പോഴും പറയുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് തെറ്റുപറ്റി, ജനങ്ങൾ മനസ്സിലാക്കിയില്ല, ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാനായില്ല, ഈ ലെവലിലാണ് ഇവർ കുറ്റസമ്മതവും പോകുന്നത്. അതായത് ജനങ്ങൾക്ക് മറ്റേ വലതുപക്ഷ മാധ്യമങ്ങളുടെ കള്ളപ്രചാരണങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയില്ല, പ്രതിരോധിക്കാൻ പറ്റില്ല. അത് ജനങ്ങൾക്ക് മനസ്സിൽ തിരിച്ചറിവ് വേണ്ട വിഷയങ്ങളാണെന്ന് അവർ പറഞ്ഞത്. ഇതൊക്കെ ജനങ്ങളുടെ തലയിലേക്കാണ് ഇവരിപ്പം വന്നത്. അനർഹമായ പരാജയം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം ജനങ്ങളുടെ തലയിലേക്ക് വെക്കാണ്. അതിൽ ഇവർക്ക് പറ്റിയ തെറ്റുകൾ അതിൽ ഈ പറഞ്ഞ ഇപ്പോൾ ആദ്യം നാമകമായി പറഞ്ഞാൽ തന്നെ വെള്ളാപ്പള്ളി ആയാലും അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളായാലും എല്ലാം എല്ലാവർക്കും അറിയായിരുന്നു. അയ്യപ്പസം പോലെ എല്ലാവർക്കും അറിയാമായിരുന്നു. ഇവർക്ക് CPM നേതാക്കൾക്ക് ഒഴികെ ഇപ്പം പാർട്ടിയിൽ നിന്ന് താഴെത്തട്ടിൽ അഭിപ്രായങ്ങൾ സ്വീകരിച്ചാണ് ഇവിടെ എത്തിയത്. ബ്രാഞ്ച് അംഗം മുതൽ ലോക്കൽ കമ്മിറ്റി അംഗം വരെ എല്ലാം അറിയായിരുന്നു പറയാം. നാട്ടുകാർക്ക് മൊത്തം അറിയായിരുന്നു, അല്ലെങ്കിൽ അനുഭാവികൾക്ക് അറിയാമായിരുന്നു, പാർട്ടിക്ക് പുറത്തുള്ളവർക്ക് അറിയായിരുന്നു. പക്ഷെ നേതൃത്വത്തിന് അറിയില്ലായിരുന്നു ഇത് തെറ്റാണെന്ന്. അല്ലെങ്കിൽ അതിൽ ഏറ്റവും വലിയൊരു ഇത്രയും വലിയൊരു പരാജയം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ലെന്നാണ്. അത് മാത്രമേ എനിക്ക് കുറ്റസമ്മതമായിട്ട് തോന്നുള്ളൂ. ഇത്രയും വലിയൊരു പരാജയം ഉണ്ടാകുന്നവർക്ക് മനസ്സിലായില്ല. ചെയ്തതെല്ലാം തെറ്റായിട്ടും അല്ലെങ്കിൽ ഒരു വലിയ തെറ്റുകളുടെ ഒരു ആവർത്തനം നീണ്ട നിര വരുമ്പോഴും ഇവർക്ക് മനസ്സിലായില്ല. ഇവർക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഇപ്പൊ അതിൽ പറയുന്നുണ്ട് പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അതായത് ഇവർ നേരത്തെ പറഞ്ഞിരുന്നത് കുറ്റപത്രം വരട്ടെ, കുറ്റം തെളിയട്ടെ, അപ്പോൾ രാജിവെക്കാം അല്ലെങ്കിൽ പാർട്ടി നടപടി എടുക്കാമായിരുന്നു. എന്തിനാണ് അത്രയും കാത്തിരുന്നത്? ശബരിമല നേരത്തെ ഒരിക്കൽ പൊള്ളിയതാണ്, 2019 പൊള്ളിയാണ് ആ വിഷയം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിന് ശേഷമാണ് ഇതിൽ മറ്റേ MPമാർക്കും അല്ലെങ്കിൽ സോണിയാഗാന്ധിക്ക് ഇവരുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ ഒരു വാദം ഉന്നയിക്കാനെങ്കിൽ ഇവർ തയ്യാറായത്. അതുവരെ ഇവർ മിണ്ടിയില്ല. അതൊരു മിണ്ടുമ്പോഴും പത്മകുമാർ ജയിലിൽ കടന്ന് നിൽക്കുവാണ്. CPM ജില്ലാ കമ്മിറ്റി അംഗം, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം. അയാൾക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ ഇത് പറയുന്ന ആത്മാർത്ഥത തോന്നും. അതിനൊന്നും ഇവർ തയ്യാറായില്ല. അവരെന്താ ഇത് കരുതിയത്? നമ്മൾ പറയുന്ന മറ്റേ ഒരു താത്വിക അവലോകനം നടത്തിയ ജനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നത് കരുതിയതാണ്. അത് ഇപ്പൊ ലിജിൻ പറഞ്ഞ എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലാണ്. അങ്ങനെ പ്രസ്ഥാനം എല്ലാ വിഷയത്തിലും നടത്തി. ഇപ്പോൾ അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, പത്മകുമാറിന്റെ വിഷയമായിക്കോട്ടെ, ശബരിമല സ്വർണ്ണക്കുള്ള വിഷയമായിട്ടെ, അതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ജനങ്ങൾ കണ്ണാണ് പ്രശ്നം. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. ജനങ്ങൾക്ക് മുന്നിലേക്ക് നടത്തുന്നത് ആ ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾ ആരും പൊട്ടന്മാരല്ല, കണ്ണുവട്ടന്മാരോ അല്ല, അന്നമാരല്ല. ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് ഇവരെത്തിക്കണം. ഈ UDF എത്തിക്കുന്നുണ്ട്, BJP എത്തിക്കുന്നുണ്ട്, അതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്. ഇവർ തങ്ങളുടെ വർഷം തങ്ങൾ പറയാണ്ട് അതങ്ങ് എത്തുന്നു പറയുന്ന എവിടെ എത്താൻ പോകുന്നില്ല. അത്രയ്ക്കുള്ളൊരു പുരോഗമനമൊന്നും കേരളത്തിൽ ഇതുവരെ നമ്മൾ നേരത്തെ പറഞ്ഞതിനാണ് ഈ വിഷയം. ജനങ്ങളെല്ലാം കാണുന്നത്, ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന വിഷയങ്ങളാണ് കാണുന്നത്. ഇവർ മാധ്യമങ്ങളെ കുറ്റം പറയുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു പോസിറ്റീവായിട്ട് സൈന്യം കാണുന്നത് മേജർ രവി ഒരു പ്രസ്താവന നടത്തി. മുഖ്യമന്ത്രി ഇന്നസെന്റ് മരണ ചടങ്ങിൽ എത്തിയത് 56 വണ്ടികളും 500 പോലീസ് എന്നൊക്കെ പറഞ്ഞു. അതിനാദ്യം ഇവരാരും പ്രതികരിച്ചൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ ചില ഇടത് പ്രൊഫൈലുകൾ അല്ലെങ്കിൽ ചില പ്രൊഫൈലുകൾ ഈ വിഷയം ചൂണ്ടിക്കാട്ടി എന്തേ ആരും പ്രതികരിക്കാത്തത് സത്യമാണോ അല്ലെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പ്രസ്താവന വന്നു. അത് വസ്തുതാവിരുദ്ധമാണ്, നടപടി സ്വീകരിക്കുന്നു പറഞ്ഞിട്ട് മേജർ രവിയുടെ ഉൾപ്പെടെ പേര് പറഞ്ഞിട്ട് വന്നത്. ഇപ്പോഴാണ് ഇവരിങ്ങനെ തിരുത്തി പറയാൻ വേണ്ടി പറ്റുന്നത്. ഇതിനു മുന്നേ ഇങ്ങനെ വിഷയങ്ങൾ വരുമ്പോൾ ഇവർ മിണ്ടാറില്ല. ഇവർ നേതാക്കൾ ആരും മിണ്ടാറില്ല. 4-5 പേര് സ്ഥിരമായിട്ട് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് പറയുന്നവർ പറയും. അവർ പറയുന്നതല്ലാണ്ട് ഏത് നേതാക്കൾ പറയാനാണ്? നേരെ മറിച്ച് ഒരു UDFന്റെ ഒരു MLAക്ക്, അത് ലീഗ് ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ, ഒരു MLAക്കെതിരെ ഒരു വിമർശനം വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് KPCC അംഗങ്ങൾ മുതൽ യൂത്ത് കോൺഗ്രസിന്റെ താഴെത്തട്ടിൽ നേതാക്കളെല്ലാം സോഷ്യൽ മീഡിയയിൽ സൈബർ ഇടത്ത് എല്ലാവരും രംഗത്ത് വരും. എല്ലാവരും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ അവർ പറയുന്നത് വസ്തുതാ വിരുദ്ധമാണെങ്കിൽ പോലും അവരത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ജനങ്ങൾക്ക് മുന്നിലേക്ക് അതെത്തും. ജനങ്ങൾ അത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും, പ്രതിരോധിക്കാൻ പറ്റും. ഇവരിത് പറയുന്നില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ MPയും മറ്റേ സോണിയാഗാന്ധിനെ കാണാൻ പോയി സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളായിട്ട് കാണാൻ പോയി എന്ന് പറഞ്ഞു. ഇതൊക്കെ ജനങ്ങൾക്കറിയാം. ഈ ഫോട്ടോ ജനങ്ങൾക്ക് മുന്നിലുണ്ടെന്ന് പറയുന്നു.
ആ സമയത്ത് ഒരു 5 കോൺഗ്രസ് പ്രൊഫൈൽ ഇത് ഫോട്ടോയാണ് അല്ലെങ്കിൽ ഇത് വ്യാജമാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആ വ്യാജം എന്ന് പറയുന്നത് കാണുന്നുള്ളൂ, അല്ലാണ്ട് ഈ ഫോട്ടോ സത്യമാണെന്ന് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. അത്രക്കുള്ള പ്രോഗ്രാം ഒന്നും കേരളത്തിൽ വന്നിട്ടില്ല. കേരളത്തിന് മുന്നിലേക്ക് അറിയിക്കണം, അല്ല ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇനിയും പ്രതിപക്ഷത്തിന് ഇരിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു വലിയ വിഷയമാണ് വെള്ളാപ്പള്ളി നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രസ്ഥാനങ്ങൾ തിരിച്ചടിയായി എന്നുള്ളത്. ആ ഘട്ടത്തിൽ ഇപ്പോൾ ലിജിൻ പറഞ്ഞില്ല, ആ ഘട്ടത്തിൽ വെള്ളാപ്പള്ളിയെ തള്ളി പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ വാക്കുകളെയും പ്രസ്ഥാനങ്ങളെയും തള്ളി പറഞ്ഞിട്ടില്ല. നിഷ്പക്ഷമായിട്ട് നമ്മൾ എല്ലാ കാലത്തും വർഗീയതക്കെതിരാണ്, വർഗീയ പരാമർശങ്ങൾക്കെതിരാണ്, അതിന് നമ്മൾ പിന്തുണക്കില്ല എന്ന് പറഞ്ഞു പോയി. എങ്കിൽ വെള്ളാപ്പള്ളിയുടെ ഒരു പേരെടുത്ത് പറഞ്ഞ് ആ പറഞ്ഞത് തെറ്റാണ്, മലപ്പുറം പരാമർശം അത് തെറ്റാണ്, വെള്ളാപ്പള്ളി പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. നേരെ മറിച്ച് 2015-ലോ 2016-ലോ ആണെന്ന് എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ അന്ന് പ്രതിപക്ഷത്തല്ല CPM നേതാവായിരിക്കുന്ന സമയത്ത്, മുഖ്യമന്ത്രിയല്ല നേതാവായിരിക്കുന്ന സമയത്ത് ഈ വെള്ളാപ്പള്ളിക്കെതിരെ വർഗീയ പരാമർശത്തിന് രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ട്, ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്. അന്ന് ആ പറഞ്ഞ പിണറായിക്ക് ഇപ്പം വെള്ളാപ്പള്ളി അങ്ങ് വലിയൊരാളായി തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ആ തെറ്റ് ഇയാൾ പറയുമ്പം ആയിക്കോട്ടെ, വെള്ളാപ്പള്ളി സമൂഹത്തിന് ഒരുപാട് സംഭാവന നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ നേതാവാണ്, ആ പരിഗണന എടുക്കണം, എല്ലാം കൊടുക്കാം. പക്ഷേ ഇയാൾ ഈ പറഞ്ഞ പ്രസ്താവന ഇന്നലെ പി ജയരാജൻ പറഞ്ഞിരുന്നു വെള്ളാപ്പള്ളിയുടെ ഇത് ഇരട്ടത്താപ്പ് നയങ്ങളെക്കുറിച്ച്. അതുപോലെ ഒറ്റ അടിക്ക് ഒരു നേതാവിന് പിണറായി പറയണ്ട, MV ഗോവിന്ദൻ പറയട്ടെ, മുഖ്യമന്ത്രി പറയണ്ട, പാർട്ടി സെക്രട്ടറി പറയല്ലോ, പാർട്ടി സെക്രട്ടറി പറഞ്ഞില്ല. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എത്ര പേരുണ്ട് കേരളത്തിൽ നിന്ന്, അവരാരെങ്കിലും പറഞ്ഞു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എത്ര പേരുണ്ട്, അവരാരെങ്കിലും പറഞ്ഞു. ആരും പറഞ്ഞില്ല. അവരെല്ലാവരും പറഞ്ഞത് ഞങ്ങൾ വർഗീയതക്കെതിരാണ്, വർഗീയതയെ പ്രോത്സാഹിപ്പിക്കില്ലാണ്. പക്ഷേ വെള്ളാപ്പള്ളിയുടെ പേരോർത്ത് പറയാനും വിമർശിക്കാൻ ചെയ്യാൻ പറ്റില്ല. അത് അന്നത്തെ പ്രതിപക്ഷത്തിന് UDF-ന് ആയുധമാക്കാൻ പറ്റി, ലീഗിനും കോൺഗ്രസിനും അത് ആയുധമാക്കാൻ പറ്റി. ഈ പറഞ്ഞ അന്ന് ചെന്നിത്തല പറഞ്ഞിരുന്നു, ഞാൻ മുഖ്യമന്ത്രിയാണെങ്കിൽ എൻ്റെ കാറിൽ കയറും, എൻ്റെ കാറിൽ എല്ലാവരും കയറാറുണ്ടല്ലോ പറഞ്ഞു. പിണറായിയുടെ കാറിൽ പോയതൊരു വിഷയമായിരുന്നപ്പോഴാണ് ചെന്നിത്തല ഇത് പറഞ്ഞത്. അപ്പോൾ ചെന്നിത്തല എന്ന് പറഞ്ഞല്ലോ, പിന്നെ പിണറായിക്ക് ഒന്നിച്ച് പോയാൽ എന്താണെന്ന് ചോദിക്കാൻ പോലും ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല. അവരുടെ നയം നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ, അധികാരത്തിൽ അത്യാവശ്യം UDF-ന്റെ നയങ്ങൾ കാണുന്നുണ്ട്, അങ്ങോട്ട് പോയി കാണുന്നുണ്ട്. പക്ഷേ UDF-ന് അത് LDF അത് ചെയ്യുന്നില്ല, അത് LDF-ന് അത് അംഗീകരിക്കുവാണെന്നും പറഞ്ഞു വരുത്താൻ വേണ്ടി പറ്റി. അതിന് പ്രതിരോധിക്കാൻ CPM-ന് പറ്റിയില്ല. അത് തന്നെയാണ് അത് ഏറ്റവും വലിയ തെറ്റ്. പിന്നെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ വീഴ്ച ഉണ്ടായെന്ന് MV ഗോവിന്ദൻ സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടായത് ഈ പയ്യന്നൂരിലും തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ്. അത് പല കാര്യങ്ങൾ അവിടെ ഉയർന്നു വന്ന ആരോപണങ്ങളുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ പാർട്ടി അതിനെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ എന്താണ് വസ്തുത, ഞങ്ങളുടെ സ്ഥാനാർത്ഥികളായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നവരുടെ ക്വാളിറ്റി ഇതാണ്, അവരുടെ മെറിറ്റ് ഇതാണ്, അതല്ലാതെ മറ്റ് കാര്യങ്ങളല്ല എന്ന് പാർട്ടി ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനെ ഇപ്പം ലിജിൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലടക്കം വരുന്ന പ്രചാരണങ്ങളെ പ്രതിരോധിക്കാതെ ഈ ഞങ്ങൾ പിടിച്ച മുയലെന്നുള്ള ഒരു രീതിയിൽ മുമ്പോട്ട് പോവുക ചെയ്ത്, അതും തിരിച്ചടിയാൻ ഒടുവിൽ MV ഗോവിന്ദനെ സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂരിലെ പ്രത്യേകിച്ച് പയ്യന്നൂരിലും തള്ളിപ്പറമ്പില് ഈ ഒരു സാഹചര്യം കൂടെ തള്ളിപ്പറയേണ്ടി വന്നൊരു വലിയ തിരിച്ചടി. അതിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് ഇന്ന മേന്മകളുണ്ട്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ കൊള്ളാവുന്നവരാണെന്ന് പറയാൻ വേണ്ടി പാർട്ടിക്ക് പറ്റില്ല പറഞ്ഞിട്ടുള്ളൂ. അത് അങ്ങനെ എത്ര പറഞ്ഞിട്ടും കാര്യമുണ്ടായിരുന്നില്ല. അവിടെ തെറ്റുപറ്റിയ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെയാണ്. ആ വിഷയം അത് രണ്ടുപേരെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ലായിരുന്നു. പയ്യന്നൂർ TI മധുസൂദനെയും തളിപ്പറമ്പിൽ PK ശ്യാമളയെയും സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ലായിരുന്നു. ആ തീരുമാനം തന്നെയാണ് തെറ്റ്. അതിൽ എത്ര ന്യായീകരിച്ചാലും അവർ ന്യായീകരിക്കാൻ പരമാവധി ന്യായീകരിച്ചിട്ടുണ്ട്. നേതൃത്വത്തിൽ ഈ പറഞ്ഞ പോലെ രണ്ടുപേരും അർഹതയും രണ്ടുപേരെയും സംഭാവനകളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പയ്യന്നൂരിലെ വിഷയം എന്തായിരുന്നു? രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുള്ള വിഷയം വന്നു. ഇന്നലെ ഇപ്പം പറഞ്ഞു ആ വിഭാഗീയത എന്നൊരു വിഷയം വന്നിട്ടുണ്ട്. അവിടെ വിഭാഗീയത ഉണ്ടായിരുന്നേ, അതെല്ലാവർക്കും അറിയായിരുന്നു. പക്ഷേ ഇവർക്ക് മാത്രം മനസ്സിലായില്ല. ഈ പറഞ്ഞ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് കുഞ്ഞികൃഷ്ണൻ 2ാമത് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നത്. പയ്യന്നൂർ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കുന്നു, TV രാജേഷ് ചുമതല നൽകുന്നു. പിന്നീട് ഇയാൾ ജില്ലാ കമ്മിറ്റിയിൽ എടുക്കുന്നു. അപ്പോൾ TI മധുസൂദൻ ഒരുമിച്ചെടുക്കുന്നു. ഒരു എന്താണ് ഇലക്കും മുള്ളിനും കേടുള്ളത് കൊണ്ടുപോകാൻ നോക്കുന്നത്. പക്ഷെ അവിടെ വിഷയം പരിഹരിക്കാൻ പറ്റിയിരുന്നില്ല. അതായത് കുഞ്ഞികൃഷ്ണനെ വീണ്ടും ഒരു ഉയർന്ന പദവി നൽകി, അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു എന്താണ് സുഖിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ലൈനായിരുന്നു അവിടെ നോക്കിയത്. പക്ഷെ അയാളെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് ജനങ്ങളോട് പറഞ്ഞു. ഇപ്പോഴും പറഞ്ഞത് അന്ന് പറഞ്ഞിരുന്നത് ഇയാൾ മാധ്യമങ്ങൾക്ക് വാർത്ത ഉയർത്തി കൊടുക്കുന്നു, ഇയാൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. സംസാരിക്കുന്ന പാർട്ടിക്കുള്ള വീഴ്ചകളാണ് പറഞ്ഞിരുന്നത്. അത് പരിഹരിക്കാൻ വേണ്ടി ഒരൊറ്റ ഇയാൾ അന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ കുഞ്ഞികൃഷ്ണൻ നിലവിലെ MLA താൻ മത്സരിക്കുന്നു പറഞ്ഞതിൻ്റെ തലേദിവസം വരെ എന്താ പറഞ്ഞത്? CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കട്ടെ, ഈ മധുസൂദൻ ആണെങ്കിൽ മാത്രം മത്സരിക്കും, ബാക്കി തീരുമാനിക്കുന്നതാണ്. മധുസൂദൻ അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണനോട് മത്സരിക്കില്ലായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഈ പറഞ്ഞ ഫണ്ട് തട്ടിപ്പും എല്ലാ വിഷയങ്ങളും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി, ഇപ്പം ഫണ്ട് തട്ടിപ്പ് വിഷയം ആരോപണമാണ്, അതിൽ വേറെ നമുക്ക് പറയാനില്ല, പാർട്ടിക്കുള്ള ആരോപണമാണ്. വിഭാഗീയത പ്രശ്നമുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി മധുസൂദൻ അല്ലാതെ വേറൊരാളെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ ആ CPM സ്ഥാനാർത്ഥി അവിടെ ജയിച്ചേനെ. ജയിച്ചെന്ന് പറഞ്ഞാൽ തളിപ്പറമ്പിലും തൃക്കരിപ്പൂരും ഉൾപ്പെടെ ചിലപ്പോൾ ജയിക്കാൻ വേണ്ടി പറ്റിയാനെ. ഇയാളെ തന്നെ വീണ്ടും നിർത്തി. അതായത് ഇയാളെ നിർത്തിയാൽ മാത്രമേ നമുക്ക് അല്ലെങ്കിൽ ഇയാൾ കുറ്റം ചെയ്തൊന്നും കരുതില്ലെന്ന് പറഞ്ഞ് നിർത്തി. എന്തിൻ്റെ വാശിയായിരുന്നു ഈ പറഞ്ഞാലേ? ഡാം പിടിച്ച മുയലിന് 4 കൊമ്പ് 10 കൊമ്പ് ഒക്കെ പറഞ്ഞ അവസ്ഥ തന്നെയായിരുന്നു. ആ 3 കൊമ്പും ഒടിഞ്ഞു. 3 അല്ല 10 കൊമ്പ് 10 കൊമ്പ് ഒടിഞ്ഞു.
ചരിത്രത്തിൽ ഇതുവരെ CPM തോൽക്കാത്ത ഒരു മണ്ഡലത്തിൽ CPM കോട്ട കഴിഞ്ഞ 2 തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിച്ചു CPM കോട്ട പിടിച്ചിട്ട്. ആ മണ്ഡലത്തിൽ ആ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആ ഒരു തരംഗത്തിൽ പോലും 10,000-നും 20,000-നും മുകളിൽ ഭൂരിപക്ഷം പയ്യന്നൂർ CPM സ്ഥാനാർത്ഥി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കോട്ടയാണ് കൊണ്ട് കളഞ്ഞത്. ഇത് പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ സംസ്ഥാനമെമ്പാടും പിന്നെ UDF തരംഗം പറയാം, പയ്യന്നൂരിൽ LDFന്റെ തരംഗം തന്നെയായിരുന്നു. ആ കോട്ട കൊണ്ട് കളയണമെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ കൊണ്ടേ പറ്റുമായിരുന്നു. അത് കൃത്യമായി ചെയ്യാൻ വേണ്ടി ഗോവിന്ദന് പറ്റി. തളിപ്പറമ്പിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു, PK ശ്യാമളക്ക് സ്ഥാനാർത്ഥി അവന് യാതൊരു അയോഗ്യതയുമില്ല, അവർ അർഹിച്ച നേതാവാണ്, ഒരു വനിതാ നേതാവിന് കണ്ണൂർ കൊടുക്കുമ്പോൾ അവർക്ക് ആ സീറ്റ് കൊടുക്കാം. പ്രശ്നം അവിടുത്തെ നിലവിലെ അന്നത്തെ MLA ഈ MV ഗോവിന്ദനായിരുന്നു, ശ്യാമളയുടെ ഭർത്താവായിരുന്നു. അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറിയാണ്. സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ സംസ്ഥാന സെക്രട്ടറി MLA പദവി കഴിയുമ്പോൾ ആ മണ്ഡലം ഭാര്യ കൊടുക്കുന്നു. ഈ ഒറ്റ വാദമാണ് ഇവിടെ വന്നത്. പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ KK ശൈലജ പേര് അവരെ കൊണ്ടുപോയി വിഷയമുണ്ടല്ലോ, ഇതെല്ലാം ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റി. അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ വേണ്ടി UDF നല്ലോണം പറ്റി. ഇവർക്ക് ഇതാകില്ല. അത് ഈ പ്രാവശ്യം വേണ്ട. ഈ പ്രാവശ്യം ഈ പറഞ്ഞ അവിടെ ജയിച്ചു വന്ന TK ഗോവിന്ദൻ ഉണ്ടല്ലോ, അയാൾ മത്സരിക്കാൻ ഈ പറഞ്ഞ അധികാരമോഹം കൊതിയെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അയാൾ മത്സരിക്കില്ലായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ പിന്നെ മറ്റ് വനിതാ നേതാക്കൾ തന്നെ നിരവധി വനിതാ നേതാക്കൾ അവിടെ തന്നെ മത്സരിക്കാനുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇയാൾ മത്സരിക്കായിരുന്നു, ആ സീറ്റ് കിട്ടുമായിരുന്നു. ഒരു ടൈം കൊടുക്കുന്നു, 5 ടൈം കഴിഞ്ഞിട്ട് അടുത്ത വർഷം ആകുമ്പോഴേക്ക് അടുത്ത ടൈം ആകുമ്പോഴേക്ക് PK ശ്യാമള നിർത്തട്ടെ. അന്ന് MV ഗോവിന്ദൻ സെക്രട്ടറി ആണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. കാരണം ഭർത്താവ് സ്ഥാനം കഴിയുമ്പോൾ ഭാര്യ കൊടുക്കുന്നതിലൊരു ലോജിക്ക് അവിടെ വന്നു. അത് ഈ പിന്നെ എന്താണ് മക്കത്തായ മരുമക്കത്തായ കുടുംബത്തിലെ ആധിപത്യം എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്ന CPM പ്രതിരോധിക്കാൻ പറ്റാണ്ടായി. CPM സെക്രട്ടറിയുടെ ഭാര്യ സ്ഥാനാർത്ഥിയാവുന്നു. ആ ഒറ്റ ഘടകം മാത്രം മതിയായിരുന്നു അവിടെ തോൽക്കാൻ. അത് മനസ്സിലാക്കാൻ ഇപ്പം MV ഗോവിന്ദൻ പറയുന്നത് അത് എനിക്ക് പറ്റിയ തെറ്റല്ല, നേതൃത്വത്തിന് എനിക്കോ പിണറായി വിജയന് പറ്റിയ തെറ്റല്ല, ജില്ലാ കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചു ഇങ്ങോട്ട് അയച്ചത്, അത് അംഗീകരിക്കുകയാണ്. അപ്പം ജില്ലാ കമ്മിറ്റിക്ക് വിളിച്ചു, ആ തീരുമാനം ശരിവരിച്ച സംസ്ഥാന കമ്മിറ്റിക്കും പിഴച്ചു പറഞ്ഞത്. പക്ഷെ അത് MV ഗോവിന്ദന്റെ പിഴവാണ്. ഒന്നുമില്ല, MV ഗോവിന്ദനെ പോലൊരു പൊളിറ്റിക്കലി ഇതൊരു കറപ്ഷനോ മറ്റൊരു ആരോപണങ്ങളൊന്നും നേരിടാത്തൊരു നേതാവാണ്. അദ്ദേഹം താത്വികമായി അവലോകനം ചെയ്യുന്നുണ്ടാവും, മറ്റേ പല വിഷയങ്ങളിലും വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് ട്രോളുകൾ നേടുന്നുണ്ടാവും. പക്ഷേ അയാളുടെ കരിയറിൽ, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിൽ അദ്ദേഹത്തിന് ഇതൊരു ആരോപണം നേരിടേണ്ടി വന്നിട്ടില്ല. അയാളുടെ പേരിലും ഒരു റെഡ് മാർക്കായിട്ടാണ് ഈ സാധനം വരുന്നത്. അയാൾക്ക് അത് മാത്രം വെച്ചിട്ട് അയാൾക്ക് പറയായിരുന്നു, ഇപ്പോൾ സെക്രട്ടറി ആണല്ലോ, ഇത്തവണ വേണ്ട, അല്ലെങ്കിൽ ഞാൻ ഒഴിയുന്നത് ഇത്തവണ വേണ്ട, ആ ഇത്തവണ വേണ്ട ഒറ്റ വാക്കിൽ തീർക്കാവുന്ന വിഷയമായിരുന്നു. അത് ചെയ്തില്ല, അവിടെയും തെറ്റുപറ്റി തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ഒക്കെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലെ പിഴവിനൊപ്പം തന്നെ ഉയർന്നിട്ടൊരു വലിയ വിഷയമാണ് അയ്യപ്പ സംഘം എന്നുള്ളത്. കാരണം വെച്ചാൽ ശബരിമല നമ്മൾ 2019 നമ്മൾ കൈപുള്ളിയാണ്, സർക്കാരിന് കൈപുള്ളിയാണ്. അന്നുണ്ടായ ഒരു തിക്തനുഭവം അല്ല, അന്നുണ്ടായ ഒരു വേദന നഷ്ടം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തവണ അയ്യപ്പ സംഗമം സർക്കാർ സംഘടിപ്പിക്കുന്നതെന്ന് കോൺഗ്രസ് നടത്തിയൊരു പ്രചാരണമുണ്ട്. ആ പ്രചാരണം ഇപ്പോൾ നമ്മൾ കുറച്ചും പറഞ്ഞ പോലെ ജനങ്ങൾ അതാണ് പക്ഷെ ഇത് ദേവസ്വം ബോർഡാണ് അയ്യപ്പ സംഗമം നടത്തിയെന്നാണ് ഇപ്പൊ MV ഗോവിന്ദൻ പറയുന്നത്. അതെ, അത് ബോർഡാണ് നടത്തിയത്. പക്ഷെ ബോർഡ് നടത്തുന്നത് വെറുതെ ഇഷ്ടപ്രകാരം നടത്തുന്നതല്ല. പക്ഷെ അത് അവിടെ നടത്തിയത് വലിയ വിവാദമായി, പ്രതീക്ഷിച്ച പോലെ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു. തൊട്ടതെല്ലാം വിവാദമായിരുന്നു. അവിടെ പിന്നെ നമ്മൾ കണ്ട് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചു എന്ന് ഗുരുതരമായ വലിയ പിഴവാണ്. ഇന്നലെ പറയുമ്പോൾ അത് തെറ്റുപറ്റിയെന്ന് അത് പറയുന്നുണ്ട്. ആ തെറ്റ് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ഇതിൽ പറഞ്ഞില്ല, അതിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞ സ്വർണ്ണക്കൊള്ള പോലുള്ള വിഷയങ്ങളെല്ലാം ഉയർന്നു വന്നതും ഈ പറഞ്ഞ പോലെ പിണറായി വിജയന്റെ കാറിൽ വെള്ളപ്പള്ളി അങ്ങോട്ട് വരുന്ന വന്നതെല്ലാം. അതിൽ ഈ യോഗിയുടെ ഇത് വലിയ തെറ്റാണ്. അതിനോളം പോകുന്ന പല തെറ്റുകളും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആവർത്തിച്ചു വന്നു. അത് നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ അത് നമ്മളല്ലാന്ന് പറയണമായിരുന്നു. പക്ഷെ അത് അല്ലാന്ന് പറയുമ്പോഴും ദേവസ്വം ബോർഡ് നടത്തുന്നത് സർക്കാരിൻ്റെ കയ്യിൽ തന്നെയാണ് നടത്തുന്നതും ചിലവ് വരുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ചിലവും പന്തലും എല്ലാം വലിയ വിവാദമായിരുന്നതും വേണ്ടാത്തൊരു വിഷയമായി പോയി എന്ന് മാത്രമേ ഉള്ളൂ. തൊടാൻ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതൊന്നും. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഒരു ഉയർന്നു കേട്ട ഒരു വാക്കാണ് ഡീൽ എന്നുള്ളത്. ഇപ്പോൾ ഈ CPMന്റെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ അവർ പറയും BJP കോൺഗ്രസ് ഡീല് നടന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഡീല് നടന്നു എന്നാണ് ഇത്തവണ MV ഗോവിന്ദൻ പറയുന്നത്. 30 മണ്ഡലങ്ങളിൽ ഡീല് നടന്നിരുന്നു, അതിന്റെ ഫലമായിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായെന്നും പറയുന്നുണ്ട്. അന്ന് അങ്ങനെ ഡീൽ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ അന്നത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് അന്ന് തുറന്ന ജനങ്ങളുമായിട്ട് സംവദിക്കാൻ പറ്റിയില്ല എന്നൊരു ചോദ്യം കൂടെ ഇവിടെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഡീൽ ഏറ്റവും വലിയൊരു വിഷയം തന്നെയായിരുന്നു. ആ ഡീൽ ആരോപണം ഉന്നയിച്ചത് VD സതീശനായിരുന്നു. ഡീല് CPM BJP ഡീൽ എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഇപ്പം പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും വലിയ പരാജയത്തിന് ശേഷം പറയുന്നത് 30 സീറ്റുകളിൽ കോൺഗ്രസ് BJP ഡീൽ ഉണ്ടായിരുന്നു. അതിൽ BJP ജയിച്ച 3 ഇടങ്ങളിലും കോൺഗ്രസ് 3ാം സ്ഥാനത്തായിരുന്നു കണക്കൊക്കെ പറഞ്ഞു. ഇവർക്ക് ഇത് നേരത്തെ മനസ്സിലാക്കാൻ എന്തുകൊണ്ട് പറ്റില്ലാന്ന് ചോദ്യമുണ്ട്. അന്ന് തന്നെ പലരും പറഞ്ഞിരുന്നു ഈ VD സതീശന്റെ ഈ ഡീൽ ആരോപണങ്ങൾ വരുന്ന സമയത്ത് പിന്നെ അത് CPMന്റെ ഈ പറഞ്ഞാൽ അവർ ഒരു മുறை മുന്നേറിയാണ് CPMനെ പ്രതിരോധിച്ചുകൂടിയത്. CPMനെ കുറിച്ച് സംസാരിച്ചില്ലല്ലോ. സ്ഥാനാർത്ഥി നിർണ്ണയത്തെക്കുറിച്ച് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം CPMനെയും BJPയും വെച്ച് പറഞ്ഞപ്പോൾ ഇവരും മിണ്ടാതിരുന്നത് ജനങ്ങൾക്ക് മനസ്സിലാവും, ജനങ്ങൾക്ക് അറിയുമെന്ന് പറഞ്ഞിരുന്നു. ആ ഡീലിന്റെ ഇതും ഇപ്പം കണ്ടു, വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളും ഇപ്പം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് തൊട്ട് മുന്നേ VD സതീശൻ പിന്നെ ചാർട്ടേഡ് വിമാനത്തിൽ കയറിപ്പോയിട്ട് BJPയുടെ NDA നേതാക്കളെ കണ്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവരാരെങ്കിലും ഉന്നയിക്കുന്നുണ്ടോ? ഈ മാധ്യമങ്ങൾ 1-2 മാധ്യമങ്ങൾ പറയുന്നതല്ലാതെ ഒരു CPMന്റെ നേതാവ് എത്ര നേതാക്കൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്? ഈ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, അഖിലേന്ത്യാ പൊളിറ്റ് ബ്യൂറോ CPM ജനറൽ സെക്രട്ടറി തന്നെ മലയാളിയാണ്, ഇവരാരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ?
ഈ ആലോചിക്കണം, CPM ജനറൽ സെക്രട്ടറി മലയാളിയാണ്. അദ്ദേഹം നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിൽ ഇപ്പോൾ ഈ സംസാരിച്ച വിഷയം ഉണ്ടല്ലോ, ഇതിൽ എത്ര വിഷയത്തിൽ ഡീൽ ഒഴികെയല്ല, ഡീൽ പോട്ടെ, ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും ഉണ്ടല്ലോ, അതിൽ ഏതൊക്കെ ഘട്ടത്തിൽ പാർട്ടിയെ പ്രതിരോധിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആദ്യത്തെ സെക്രട്ടറി ആവുന്നതിന് മുന്നേയുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. എങ്കിൽ കൂടി അദ്ദേഹം എത്രത്തെ വിഷയങ്ങൾ ഇതിനെ പ്രതിരോധിക്കുന്നുണ്ട്. അയാൾ കേരളത്തിലെ കാര്യം മാത്രമല്ല ഇന്ത്യയിലെ മൊത്തം കാര്യം നോക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കേരളത്തിൽ എത്ര പ്രതിരോധിച്ചിട്ടുണ്ട്, കേരളത്തിൽ എത്ര പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളുണ്ട്, അവരെത്ര വിഷയത്തിൽ പ്രതിരോധിക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയും പിന്നെ വലതുപക്ഷ മാധ്യമങ്ങളെ കുറ്റം പറയുന്നു ഡീലിൻ്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ. CPM സംസ്ഥാന സമിതിയിലെ എത്ര നേതാക്കൾ ഈ വിഷയങ്ങളോട്, ഈ പറഞ്ഞ വിഷയങ്ങളോട് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിട്ടുണ്ട്, എത്ര വിഷയങ്ങൾ പ്രതിരോധിക്കാൻ അവർ രംഗത്ത് വന്നിട്ടുണ്ട്, അവരെങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുന്ന എത്ര നേതാക്കൾ ഇപ്പോൾ CPM ഉണ്ട് എന്നുള്ള പ്രശ്നമുണ്ട്. ഇവരിതൊന്നും ചെയ്യാതെ ബാക്കിയെല്ലാം ചെയ്യാണ്ട് മാധ്യമങ്ങൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വലതുപക്ഷ മാധ്യമങ്ങളും പിന്നെ UDF ചേർന്ന് വ്യാജപ്രചരണം നടത്തുന്നു, NDA BJP ചേർന്ന് വ്യാജപ്രചരണം നടത്തുന്നു പറയുന്നത്. ഇവരുടെ പണി എന്താണ്? ഇവർ ഈ പറഞ്ഞ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തില്ല പറഞ്ഞു. ഇവരെല്ലാം ഇത് എത്തിക്കേണ്ടത് PRDയുടെ മാത്രം പണിയല്ലല്ലോ, ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് CPM നേതാക്കൾ CPM പ്രവർത്തകർ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ നേതാക്കൾ നിൽക്കേണ്ടത്. ഇവരതൊന്നും ഇല്ലാതെ ഭരണത്തിൻ്റെ ഇല്ലാണ് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്, ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പറഞ്ഞ് നടന്നാൽ ഇതായിരിക്കും ഫലം. ജനങ്ങളിലേക്ക് എത്തുന്നില്ല, ജനങ്ങളിലേക്ക് എത്തുന്നതിന് മറുവശം മാത്രമാണ്. ഇനിയിപ്പോൾ എന്ത് ഒരു വീഴ്ച പറ്റിയാൽ ആ വീഴ്ച തുറന്നു പറയാനും, അല്ലെങ്കിൽ അതിന് ഇന്നൊരു വശമുണ്ടെന്നും ഈ വശമാണ് നമ്മൾ നേടാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് പറയാനും CPM തയ്യാറാവണം. അല്ലാതെ എല്ലാം മറ്റു വ്യാജ പ്രചരണവും അല്ലെങ്കിൽ എന്താണ് വലതുപക്ഷ മാധ്യമങ്ങളുടെ പ്രചരണം എന്നൊക്കെ പറഞ്ഞു നടന്നാൽ ഇതേ അവസ്ഥയുണ്ടാവും. ഇവർ തയ്യാറാവണം, നേതാക്കൾ തയ്യാറാവണം. CPM സംസ്ഥാന സമിതിയിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് അറിയില്ലോ, സംസ്ഥാന സമിതി ചേരുന്നുണ്ടല്ലോ. ഇവരുടെയൊക്കെ പ്രൊഫൈൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ എന്താണെന്ന് നോക്കാൻ, അല്ലെങ്കിൽ ഇവരൊക്കെ സോഷ്യൽ മീഡിയയുടെ ഈ ഇതൊക്കെ വിടാം. മന്ത്രിമാരുണ്ടല്ലോ CPM LDF ഉണ്ടായ, അതിൽ എത്ര മന്ത്രിമാർക്ക് ആക്റ്റീവായിട്ട് നല്ലൊരു പ്രൊഫൈൽ ഉണ്ടായെന്ന് നോക്കണം. മന്ത്രിമാർക്ക് പേഴ്സണൽ സ്റ്റാഫും അവർക്ക് സോഷ്യൽ മീഡിയ കൈകാര്യം ടീമൊക്കെ ഉണ്ടല്ലോ, അവർ ഉദ്ഘാടനത്തിൻ്റെ ഫോട്ടോ എടുത്ത് ഒരു വരി കുറിപ്പിടുന്നില്ലാണ്ട് അവരുടെ പദ്ധതികളെ കുറിച്ചോ അവരുടെ വകുപ്പിനെ കുറിച്ചോ ചില PRD ചെയ്യുന്ന ക്യാമ്പയിൻ പ്രൊഫൈൽ പിക്ക് ഒരു വിഷയം വരുമ്പോൾ എല്ലാവരും കവർ പിക്ക് മാറ്റും. എല്ലാ മന്ത്രിമാരും അന്തരം മാറ്റാറുണ്ട്. അതല്ലാതെ കൃത്യമായിട്ട് ഇടപെടുന്ന എത്ര മന്ത്രിമാരുടെ പ്രൊഫൈലുണ്ട്. മന്ത്രിമാർ രണ്ട് മന്ത്രിമാർ മാറിയിട്ട് വന്നിരുന്നു. അങ്ങനെ 10-23 മന്ത്രിമാരുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്. ഇവരൊക്കെ തോറ്റ മന്ത്രിമാർ ഉൾപ്പെടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവരൊന്നും 1-2 മന്ത്രി നമുക്കറിയാം. ശിവൻകുട്ടിയെ പോലുള്ള അന്നത്തെ മന്ത്രിമാരിലല്ലാതെ ആക്ടിവേറ്റ് ആവുന്ന ആദ്യഘട്ടത്തിൽ റിയാസ് ഉണ്ടായിരുന്നു. റിയാസിൻ്റെ ഇപ്പം ആ ഒരു യുവത്വത്തിൻ്റെ ഒരു പ്രൊഫൈൽ നമുക്ക് കാണാൻ പറ്റും. മറ്റ് സീനിയർ നേതാക്കളായാലും അവർ പ്രൊഫൈൽ എത്രത്തോളം കൃത്യമായി ഇടപെടാൻ വേണ്ടി പറ്റുന്നുണ്ടെന്ന് നോക്കണം. ഇതൊന്നും പറ്റാതെ ഇതൊന്നും ചെയ്യാതെ ഇതെല്ലാം ജനങ്ങൾ കാണുന്ന വിചാരിച്ചെന്നാൽ ഒന്നും ഇവിടെയും കാണാൻ പറ്റില്ല. 5 വർഷം കഴിയുമ്പോൾ ഇതേ തിരുത്തൽ നടത്തേണ്ടി വരും. ആത്മാർത്ഥമായ തിരുത്തലാണെങ്കിൽ, തെറ്റ് ഏറ്റുപറയലാണെങ്കിൽ അവിടെ നിന്ന് തിരുത്താൻ തയ്യാറാവണം. അതും ആത്മാർത്ഥമായി നടത്തിയാൽ മാത്രമേ CPM തിരിച്ചറിയാൻ വേണ്ടി പറ്റൂ.